നമ്മുടെ KFC, അതെ, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കെൻറ്റക്കി സ്ട്രേറ്റ് ബോർബൺ വിസ്കിയാണ്. നമ്മുടെ വുഡ്ഫോർഡ് റിസർവ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള, അമേരിക്കയിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കെൻറ്റക്കി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം എന്താണ് ഈ ബോർബൺ വിസ്കി എന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ബോർബൺ ക്യാൻ ഓൺലി ബി മെയ്ഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വീറ്റ്, കോൺ, ബാർലി ഇതെല്ലാമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 51% കോൺ ഇതിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റിലേഷൻ കഴിയുമ്പോൾ ഇത് നോട്ട് മോർ ദാൻ 160% പ്രൂഫ്, അതിന് മുകളിൽ പോകാൻ പാടില്ല. ആൽക്കഹോൾ ബൈ വോളിയം 80%-ൽ താഴെ നിൽക്കണം. പിന്നെയുള്ള കാര്യം, നമ്മൾ ഇതിൻ്റെ കാസ്ക്, ഇതിൻ്റെ ആ ബാരൽ പുതിയ ബാരലായിരിക്കണം, പുതിയ ഓക്ക് ബാരലായിരിക്കണം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ റീയൂസ് ചെയ്ത, ഒരു പ്രാവശ്യം ഏജ് ചെയ്ത ഒരു നമ്മൾ കാസ്ക് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ആ ഒരു കാസ്കിൻ്റെ കളറാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. കളറും ടെക്സ്ചറുമാണ് ഈ ഒരു വിസ്കി അബ്സോർബ് ചെയ്തിട്ട് ഈ ഒരു കളർ കിട്ടുന്നത്. പിന്നെ നമ്മൾ ബാരലിലേക്ക് ഒഴിക്കുന്ന സമയത്ത്, ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് ബാരലിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ നോ മോർ ദാൻ 62.5% ആൽക്കഹോൾ ബൈ വോളിയം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഓവറായിട്ട് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒഴിക്കുന്ന സമയം. അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ, 62.5%-ന് കൂടുതലാണെങ്കിൽ, സാധാരണ വെള്ളം ഒഴിച്ച് മാത്രമേ ഇത് ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ ആൽക്കഹോൾ ബൈ വോളിയം കുറയ്ക്കാൻ പാടുള്ളൂ. ഈ ബാരലിലാക്കി വെച്ചിരിക്കുന്ന ബോർബൺ വിസ്കി 2 വർഷമോ അതിലും മേളോ സൂക്ഷിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഒരു ബോർബൺ വിസ്കി ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.